കർത്താവിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, പ്രിയ സ്നേഹിതരെ, നമ്മുടെ മഹത്വപ്രത്യാശയായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര പുറപ്പെട്ടതായ ജനത്തിന് യാത്രാമധ്യേ സീനായിൽ വെച്ച് ദൈവം അനേകം കൽപ്പനകളും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ നൽകുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ നൽകിയതായ അതേ കൽപ്പനയിൽ ഒരെണ്ണം ലംഘിക്കുന്നതും അതിൻ്റെ ഫലമായി ലംഘിക്കപ്പെടുന്നവർക്കുണ്ടാകുന്നതായ ക്ലേശങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്നത്. അത് കനാൻ ദേശം ഒറ്റുനോക്കുന്നവരുടെ വാർത്തയും അതിൻ്റെ പരിണത ഫലവും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഞങ്ങൾക്ക് നിൻ്റെ നാമത്തെ സ്തുതിക്കുവാനും അവിടുത്തെ വചനത്തെ ചിന്തിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചതുകൊണ്ട് നന്ദിയോട് സ്തുതിക്കുന്നു. വചനം ശ്രദ്ധിക്കുന്നതിൻ്റെ മക്കളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം കൃപ തോന്നണം. പരിശുദ്ധാത്മാവിനെ നിറച്ച് അത് മനസ്സിലാക്കാനുള്ള കൃപ അരുളണം. അടിയനെ അവിടുത്തെ കരങ്ങളിൽ വഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ആമേൻ. ആമുഖമായി പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുകയാണ്. വ്യാജവർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറിച്ചു കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്, ദരിദ്രൻ്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനങ്ങളുടെ കനാൻ യാത്രാമധ്യേ, ആ പ്രയാണമധ്യേ ദൈവം നൽകപ്പെട്ടതായ ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രമാണങ്ങളിലും പെട്ടതായ ഒരു നിയമമാണ്, ഒരു കൽപ്പനയാണ് ഇവിടെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത്. അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടതായ ഈ കൽപ്പന ലംഘിച്ചതായ ഒരു സംഭവം ഈ ഇസ്രായേൽ ജനങ്ങളുടെ യാത്രയിൽ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ സംഭവിച്ചതായ സംഭവമോ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകുവാൻ തക്കവണ്ണം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും വാഗ്ദത്തം ചെയ്തതായ ആ കനാൻ ദേശത്തെ ഒറ്റുനോക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒറ്റുകാരെ അയക്കേണ്ടതിന് ദൈവമായ കർത്താവ് മോശയോട് അതെ കൽപ്പിക്കുകയും അതിൻ പ്രകാരം മോശ ഒറ്റുകാരെ തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കുകയാണ്. മോശ 12 പേരെ തിരഞ്ഞെടുക്കുന്നു. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോന്ന് വിധം 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേർ. ഈ 12 പേരും ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരും അവർക്ക് നേതാക്കളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുത്തതായ 12 പേരിൽ 2 പേരുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്ന് നൂൻ്റെ മകൻ യോശുവയും മറ്റൊന്ന് യെഫുന്നയുടെ മകൻ കാലേബുമാണ്. യോശുവയും കാലേബും ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് യാത്ര ചെയ്തു. ബാക്കി 10 പേരും മറ്റൊരു ഗ്രൂപ്പായി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്തു. കനാനിലേക്ക് അവർ പ്രവേശിച്ചു. കനാനിൽ പോയി 40 ദിവസം അവർ അവിടെ
താമസിച്ചും സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് അവിടെയുള്ള വാർത്തകൾ അവർ ശേഖരിക്കുകയാണ്. അങ്ങനെ വാർത്തകൾ ശേഖരിച്ചതായ ഈ വ്യക്തികൾ തിരിച്ച് അവിടെ വാർത്തകളുമായി മോശയുടെ അടുക്കൽ വന്ന് അവർ ശേഖരിച്ചതായ, അവർ അവിടെ നിന്നും ഗ്രഹിച്ചത് മനസ്സിലാക്കിയതുമായ വാർത്ത പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇവിടെ അവർ കനാനിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്ത് ഇസ്രായേൽ ജനങ്ങൾ പാർത്തിരുന്ന പാറാൻ മരുഭൂമിയിൽ വന്ന് ഇസ്രായേൽ മക്കളുടെ, മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെയും മധ്യേ അവർ വർത്തമാനം അറിയിക്കുകയാണ്. ഈ വർത്തമാനത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള ചില വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായിട്ട് അവർ കൊണ്ടുവന്ന വാർത്ത, നീ ഞങ്ങളെ അയച്ച ദേശത്ത് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്. അവർ കൂട്ടത്തിൽ ശേഖരിച്ചു കൊണ്ടുവന്ന ഫലങ്ങളെ അവിടെ മുമ്പിൽ കാണിച്ചിട്ട്, അത് 2-3 പേർ ഒരുമിച്ച് ചുമന്നു കൊണ്ടുവന്നതായ ആ മുന്തിരിക്കുലകൾ കാണിച്ചിട്ട് അവർ പറയുകയാണ്, ഇതാ ആ ദേശത്ത് ഞങ്ങൾ ശേഖരിച്ചതായ ഫലം. അതുകൊണ്ട് അവിടെ പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും അതുപോലെ തന്നെ പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും ബലവും ഉള്ളത് ആകുന്നു എന്ന് പറഞ്ഞു. അനാക്കിൻ്റെ പുത്രന്മാരെയും അവർ കണ്ടു. അമാലേക്യർ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്ത് പാർക്കുന്നു. ഹിത്യരും സെബൂര്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും നദിക്കരയിലുമായിട്ട് പാർക്കുന്നു. അതെ, യോർദാൻ നദിയുടെ കരകളിൽ പാർക്കുന്നു. എന്നാൽ കാലേബ് ഈ സഭയുടെ മുമ്പാകെ വേഗം ചെന്ന് നാം ആ ദേശം കൈവശമാക്കുക, അത് നമുക്ക് സാധ്യമാകും, അതിന് ജയിക്കുവാൻ തക്കവണ്ണം കഴിയും എന്ന് പറഞ്ഞപ്പോൾ അതിനെ വകവയ്ക്കാതെ വീണ്ടും ഈ 10 പേർ അവിടെ റിപ്പോർട്ട് വീണ്ടും തുടരുകയാണ്. 10 പേര് കൊണ്ടുവന്ന ഈ റിപ്പോർട്ടിൽ വീണ്ടും അവർ പറയുന്നത്, അതെ, ദേശം വളരെയധികം ശക്തരായ ആളുകൾ ഉള്ളതായ സ്ഥലമാണ്. ജനത്തിൻ്റെ നേരെ നമുക്ക് ചെല്ലുവാൻ തക്കവണ്ണം കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ 10 പേരും പറഞ്ഞതായ ഈ വാർത്ത അല്ലെങ്കിൽ വർത്തമാനം കനാനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തുടർന്ന് അവർ കൊടുത്തതായ വാർത്ത വളരെ നിരാശാജനകവും ഇസ്രായേൽ ജനങ്ങൾക്ക് വളരെയധികം ഭയം ഉളവാക്കുന്നതുമായിരുന്നു. ആ വാർത്ത എന്ന് പറയപ്പെടുന്നത്, ഇവർ ഉറ്റുനോക്കിയ ആ ദേശത്തിലെ നിവാസികളെ തിന്നുകളയുന്നതായ ഒരു ജനമാണ്. 2, അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാരാണ്. 3, മല്ലന്മാരുടെ മക്കളായ അനാക്യ മല്ലന്മാരെയും ഞങ്ങൾ കണ്ടു. 4, അവരെയും ഞങ്ങളെയും നമ്മൾ നോക്കിയാൽ അവർ ഞങ്ങൾക്ക് വെട്ടുക്കിളികളെ പോലെ അവർക്കും അവിടെ മുമ്പിൽ ഞങ്ങളും അങ്ങനെയാണെന്ന് ഞങ്ങൾക്കും തോന്നി എന്നും ഇവർ റിപ്പോർട്ട് കൊടുത്തു. ഒരുപക്ഷെ ഈ വർത്തമാനം, ഇപ്പോൾ പറഞ്ഞതായ വർത്തമാനം വ്യാജ വർത്തമാനമാണ്. അതുകൊണ്ട് ഈ ജനത്തിൻ്റെ നേരെ നമുക്ക് ചെല്ലുവാൻ കഴിയില്ല, അവരെ നമുക്ക് കീഴടക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അവർ നിവാസികളെ തിന്നുകളയുന്ന, അല്ലെ ദേശനിവാസികളെ തിന്നുകളയുന്നതായ കഠിന മനുഷ്യരാണ്, നരഭോജികളാണ് എന്നൊക്കെയും പറഞ്ഞ് ദുർവർത്തമാനം കേൾപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ദുർവർത്തമാനം കേട്ടപ്പോൾ സഭ ഒക്കെയും ജനങ്ങളൊക്കെയും വളരെയധികം ഉച്ചത്തിൽ നിലവിളിക്കുവാനും കരയുവാനും തുടങ്ങി. അതിൻ്റെ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും
കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭ ഒക്കെയും അവരുടെ മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് നമുക്കെല്ലാവർക്കും കൂടെ മിസ്രയീമിലേക്ക് പോകാം എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന് മുമ്പാകെ അവർ കമിഴ്ന്നു വീണു. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂൻ്റെ മകനായ യോശുവയും യെഫുന്നെയുടെ മകനായ കാലേബും അവർ വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയതായ ഈ ദേശം ഏറ്റവും നല്ല ദേശമാകുന്നു. യഹോവ നമ്മൾ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്നതായ ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് തരും. യഹോവയോട് നമ്മൾ മത്സരിക്കരുത്. ആ ജനത്തെ നാം ഭയപ്പെടുകയും അരുത്. അവരുടെ ശരണം അവർക്ക് പോയിരിക്കുന്നു. കനാൻ ദേശവും കനാനിലുള്ള ജനവും നമുക്ക് ഇരയായി പോകും. യഹോവ നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സാധ്യമാകും. ഇവിടെ 2 ഗ്രൂപ്പുകൾ നൽകുന്നതായ ഈ വാർത്തയിൽ ഭൂരിപക്ഷം വരുന്നതായ 10 പേര് നൽകുന്നതായ വാർത്ത അതാണ് ഏറ്റവും ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും കരുതുകയും ചെയ്തുകൊണ്ട് യോശുവയുടെയും കാലേബിൻ്റെയും വാർത്തകൾ കേട്ടതായ ജനം അവരെ വിശ്വസിക്കാതെ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തീരുമാനിക്കുകയും അപ്രകാരം ആർത്ത് വിളിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, പലപ്പോഴും ഏതു കാര്യങ്ങൾക്കും നമ്മൾ തീരുമാനമെടുക്കുന്നത് ഭൂരിപക്ഷത്തെ നോക്കിയിട്ടാണ്. അതെ, ഭൂരിപക്ഷം ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് അതാണ് ശരിയെന്ന് നമ്മൾ പലപ്പോഴും തീരുമാനിക്കുകയും അങ്ങനെ അവരുടെ പക്ഷം ശരി ചെയ്യുന്നതായ ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രം പറയുന്നത്, 2-3 പേർ പറയുന്നതായ കാര്യങ്ങൾ അത് വിശ്വസിപ്പിക്കുവാനും അംഗീകരിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. എന്നാൽ തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും ആ തെറ്റ് ചെയ്യുന്നവരോടും തെറ്റ് പറയുന്നവരോടും നമ്മൾ പ്രസാദിക്കുകയും അത് തന്നെ നമ്മൾ അംഗീകരിക്കുകയും അതിൽ നമ്മൾ പ്രശംസിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ വിലയിരുത്തുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല. മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിഭാഗം ഇവിടെ ശരിയല്ല, അവരുടെ വാർത്ത ശരിയായിരുന്നില്ല. കാരണം ദൈവജനത്തെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുവാനും അവരെ ഭാരപ്പെടുത്തുവാനും കഷ്ടപ്പെടുത്തുവാനും അവരെ നിരാശപ്പെടുത്തുവാനും ഉതകുന്ന ഒരു വാർത്തയാണ്, ഒരു റിപ്പോർട്ടാണ് ഒരുപക്ഷെ 10 പേരിൽ നിന്നും ലഭിച്ചത്. അതുമാത്രമല്ല, അവർ പറഞ്ഞതായ ദുർവർത്തമാന നിമിത്തം ദൈവമായ യഹോവ വളരെയധികം കോപിക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കുകയാണ്. അതെ, യഥാർത്ഥ നല്ല സാക്ഷ്യം പറഞ്ഞതായ, നല്ല വാർത്ത പറഞ്ഞതായ ഇവരെ 2 പേരെയും കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാ ഇസ്രായേൽ ജനവും കാണുകെ സമാഗമന കൂടാരത്തിൽ യഹോവ പ്രത്യക്ഷമായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ചും സംഹരിച്ചും കളയും. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കും എന്ന് മോശയോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവം അരുളി ചെയ്യുകയാണ്, അത് ദേശം ഉറ്റുനോക്കിയതായ ഈ ജനം ദേശം ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ഒറ്റുകാർ
എടുത്തതായ ആ 40 ദിവസത്തിന് ഒത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു വർഷം എന്നുള്ള നിലയിൽ 40 ദിവസങ്ങൾ 40 വർഷങ്ങളായി, അങ്ങനെ 40 വർഷങ്ങൾ അവർ വീണ്ടും കനാൻ യാത്രയിൽ ദൈവത്തിൻ്റെ അകൽച്ച കണ്ടറിയുകയും ജനം വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവ് അവിടെ അരുളി ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ തന്നെ 14-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതേ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവിടെ ദേശമുറ്റു നോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്നു ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മഹാകോപത്താൽ ഇസ്രായേൽ ജനത്തിലെ അതേ മൂപ്പന്മാരും അവരുടെ ഇസ്രായേൽ സംഘം നേതൃസംഘങ്ങളും അതിലുണ്ടായിരുന്ന അല്ലെങ്കിൽ 10 പേർ പറഞ്ഞതായ ആ വാർത്ത അംഗീകരിക്കുകയും അതിനോട് ചേരുകയും ചെയ്തതും, അവർ പറഞ്ഞതായ വാർത്ത ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തും പറഞ്ഞതുമായ ഈ 10 പേരും അതുപോലെ തന്നെ ആ ഇസ്രായേൽ സംഘത്തിലുള്ളവരുമായ ജനങ്ങൾ അപ്പോൾ അവിടെ വെച്ച് വലിയൊരു വ്യാധിയാൽ യഹോവയുടെ സംഹാരത്താൽ അവർ പൂർണ്ണമായിട്ടും നശിച്ചു പോകുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 14-29 കാലേബും യോശുവയും ആ ദേശത്ത് കടക്കും, അവരുടെ സന്തതികൾ അതിനെ അവകാശമാക്കുകയും ചെയ്യും എന്നും യഹോവയായ ദൈവം കൽപ്പിക്കുകയുണ്ടായി. കർത്താവിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ദൈവം കൽപ്പിച്ചതായ ആ കൽപ്പന അത് അവർ ലംഘിക്കപ്പെട്ടപ്പോൾ ദുർവർത്തമാനം പറയുകയോ പരത്തുകയോ അത് ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് ദോഷം നിരൂപിക്കുകയോ ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞതായ കൽപ്പന ലംഘിച്ചതായ ആ 10 പേരും അടക്കം അതിനോട് ചേർന്ന് നിന്നതായ എല്ലാവരും ദൈവത്തിൻ്റെ കോപത്തിന് വിധേയമാകുകയും അവർ നശിച്ചു പോകുവാൻ തക്കവണ്ണം ദൈവം ഇവിടെയാക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്തോ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, സഹോദരന്മാരെ നീ വിധിക്കരുത്, അങ്ങനെ പറയുന്നതായ അല്ലെ കള്ളസാക്ഷി പറയരുത്, ദുർവർത്തമാനം പറയരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവമക്കളായിരിക്കുന്നതായ നാം അപ്രകാരം ദുർവർത്തമാനം പറയുകയും ദോഷം നിരൂപിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ തിന്മകളെ അത് പറയുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ബഹുഭൂരിപക്ഷത്തിനോടൊപ്പം നാം ചേരുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമുക്ക് നിത്യമായൊരു നാശം സംഭവിക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അനുമാനിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഒരിക്കലും അത് സത്യമല്ല, അത് വളരെ ചുരുക്കം ചിലർ പറയുന്നതാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ചുരുക്കം ചിലർ മാത്രമാണ്. ആ ചുരുക്കം ചിലർ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ ഭൂരിപക്ഷം വരുന്നവർ അംഗീകരിക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കുന്നില്ല. എന്നാൽ ബഹുഭൂരിപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് ലോകത്തിലെമ്പാടും ചെയ്യുന്നതായ ആളുകൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും പറയുന്നതുമായ കാര്യങ്ങൾ നാമും ചെയ്യുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വിപത്ത് നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്നതായ നാം സഹോദരങ്ങളെക്കുറിച്ച് ബഹുഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വ്യാജം പരത്തുവാനും കള്ളസാക്ഷ്യം പറയാതിരിക്കുവാനും തക്കവണ്ണം ശ്രമിക്കണം എന്നുള്ള വലിയൊരു പാഠമാണ് ഇന്ന് നമുക്ക് ഈ വചനങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ജനം വളരെ വേഗത്തിൽ കനാൻ ദേശത്തിലേക്ക് എത്തിച്ചേരാമായിരുന്നു. എന്നാൽ ഈ ജനം അതിലും അധികമായിട്ട് 40 വർഷം മരുഭൂമിയിൽ വീണ്ടും ചുറ്റി സഞ്ചരിക്കുവാനും വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കാനും തക്കവണ്ണം അത് ഇടവരുത്തി എന്നുള്ളതും കാരണമാണ്. അത് യഥാർത്ഥമായിട്ട് ഈ ലോകത്തിൽ സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മീക ഇസ്രായേലാണ് നാം ഓരോരുത്തരും. അങ്ങനെ ആ ആത്മീക ഇസ്രായേലായിരിക്കുന്നതായ നാം ഈ ലോകത്തെ അനുസരിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ ഭൂരിപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു നാശവും അതിലുപരിയായിട്ട് നമ്മൾ ഈ ലോകത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും അനുഭവിക്കുവാൻ തക്കോണം ഇടയാകുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീക പ്രയാണത്തിലായിരിക്കുന്ന ആത്മീക ഇസ്രായേലായിരിക്കുന്നതായ നാം ദൈവവചനങ്ങളെ അനുസരിച്ചുകൊണ്ട്, ദൈവ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാലബിനെ പോലെയും യോശുവെ പോലെയും ആ സ്വർഗീയ കനാൻ പ്രാപ്തമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവെന്ന ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് അടിയിൽ നിന്നോട് സ്തുതിക്കുന്നു. നിങ്ങൾ കേട്ടതായ വചനത്തിനായിട്ട് സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ദൈവമേ ഭൂരിപക്ഷത്തെയല്ല, ഭൂരിപക്ഷം ഒരിക്കലും സത്യസന്ധമല്ല എന്ന് ചിന്തിപ്പാൻ, അത് ശരിയോ തെറ്റോ എന്ന് പൂർണ്ണമായിട്ടും വിവേചിച്ചറിയുവാൻ ദൈവമേ കർത്താവ് ഞങ്ങൾക്ക് ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം പകരണം. അങ്ങനെ നന്മയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ച് സ്വർഗത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ആമേൻ.